ഭരണം കയ്യാളി സഖാക്കൾ അന്താളിപ്പിൽ കോൺഗ്രസ്. 10 വർഷത്തെ പിണറായി വിജയന്റെ തുടർഭരണത്തിന് അന്ത്യമിട്ടുകൊണ്ട് 102 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വന്നെങ്കിലും നിലവിൽ ഇപ്പോഴും ഭരണം കയ്യാളുന്നത് സഖാക്കൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം പല MLA-മാരുടെയും മന്ത്രിമാരുടെയും പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പോലും ഇപ്പോൾ നിയമിതനായിക്കൊണ്ടിരിക്കുന്നത് സഖാക്കളാണ്. പല MLA-മാരുടെയും പ്രൈവറ്റ് സെക്രട്ടറിയായി ഇപ്പോൾ തന്നെ നിയമിതരായിട്ടുണ്ട് സഖാക്കൾ. 1-2 ഉദാഹരണം പറയാം. മുഖ്യമന്ത്രി VD സതീശനെതിരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ സതീശന്റെ നുണകൾ എന്ന പേരിൽ ഒരു FB പേജ് തുടങ്ങിയ ആളുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും അതിൻ്റെ അഡ്മിനായിരിക്കുകയും ചെയ്തു. ആ വാട്സാപ്പ് ഗ്രൂപ്പ് നിറയെ VD സതീശന് എതിരായിട്ടുള്ള ആഹ്വാനങ്ങളായിരുന്നു. സതീശന്റെ നുണകൾ എന്ന് പറയുന്ന FB പേജിലും സമാനമായ അവസ്ഥയാണ് ഉണ്ടായത്. VD സതീശനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നിറയെ പോസ്റ്റുകൾ, VD സതീശനെതിരായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞ FB പേജായിരുന്നു അത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിറയെ സതീശനെതിരായിട്ടുള്ള കള്ളവാർത്തകളും ആഹ്വാനങ്ങളുമാണ് ഉണ്ടായിരുന്നത്. റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ ഒരു സന്ദേശമാണ് സന്ദീപ് വാര്യർ പുറത്ത് എത്തിച്ചത്. ഞെട്ടിപ്പോയി കോൺഗ്രസ്സുകാർ. അങ്ങനെയുള്ള ഒരാൾ നേരത്തെ CPM-ന്റെ നിയന്ത്രണത്തിനുള്ള ചാനലിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പ് കയ്യാളിയ ആൾ കൂടിയാണ് ഇദ്ദേഹമെന്ന് ഓർക്കണം. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹം ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ തന്നെയുണ്ട്, സെക്രട്ടേറിയറ്റ് വളപ്പിൽ തന്നെയുണ്ട്. അദ്ദേഹം പത്തനംതിട്ടയിലെ ഒരു CPM MLA-യുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിക്കൊണ്ട് സതീശന്റെ മുന്നിൽ കൂടി നെഞ്ചു വിരിച്ച് നടക്കുകയാണ്. ഒന്നും ചെയ്യാനാവാതെ സതീശൻ നിൽക്കുന്നു. അങ്ങനെ തനിക്കെതിരെ 5 വർഷം നിരന്തരമായി ആക്രമണം അഴിച്ചുവിട്ട ഒരാളിതാ തൻ്റെ മുന്നിൽ സംരക്ഷിതനായി നിൽക്കുന്നു, തൻ്റെ മുന്നിൽ സുരക്ഷിതനായി നിൽക്കുന്നു. നടപടിയെടുക്കാനാവാതെ അന്താളിച്ച് നിൽക്കുകയാണ് VD സതീശൻ. ഇനി രണ്ടാമത്തെ കാര്യം, N ശക്തൻ. നമുക്കറിയാമല്ലോ, അദ്ദേഹം മുൻ സ്പീക്കറായിരുന്നു, ഇപ്പോൾ കോൺഗ്രസ് MLA ആണ്. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ളത് കട്ട സഖാവാണ്. അദ്ദേഹം CPM സർവീസ് അനുകൂല സംഘടനയിലെ നേതാവാണ്. N ശക്തന്റെ ഇപ്പോഴത്തെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നയാൾ. ഇനി മൂന്നാമത്തെ ഉദാഹരണം പറയാം. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചാനലിലെ മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം ആ മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ചുകൊണ്ടാണ് 5 വർഷം CPM മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായത്. ഭരണം മാറിയതോടുകൂടി അദ്ദേഹം പഴയ ലാവണത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. എന്താണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ഭാര്യ PRD-യിലെ ഉദ്യോഗസ്ഥയാണ്. ആ ഭാര്യയെ മുഖ്യമന്ത്രി VD സതീശന്റെ മാധ്യമ സംഘത്തിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണം. അതായത് സഖാവായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥയെ VD സതീശന്റെ മാധ്യമ സംഘത്തിലേക്ക് ഇടിച്ചു കയറ്റാനുള്ള ശ്രമമാണ് പഴയ സഖാവായിട്ടുള്ള മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള ഈ സഖാവ്, മാധ്യമപ്രവർത്തനമായിട്ടുള്ള ഈ സഖാവ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുന്നിലും കോൺഗ്രസ്സുകാർക്ക് ഒന്നും മിണ്ടാനില്ല, ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്ത ഉദാഹരണം, 10 വർഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ഒരാളെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഇടിച്ചു കയറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ആ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായില്ലെങ്കിൽ വകുപ്പിലേക്കെങ്കിലും അയാളെ കടത്തിവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഖാക്കൾ മാത്രമല്ല, ഒരു BJP-കാരനും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായിട്ടുള്ള ശരത്ചന്ദ്രൻ സജീവ BJP അനുഭാവിയാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ബിന്ദു കൃഷ്ണ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി നിയമിച്ചിരിക്കുന്നത്. ബിന്ദു കൃഷ്ണയ്ക്ക് എന്ത് മറുപടിയാണ് ഇതിനുള്ളത്? കൊല്ലത്തെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ ബിന്ദു കൃഷ്ണയ്ക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും ഇപ്പോഴത്തെ മന്ത്രി കൂടിയായിട്ടുള്ള സണ്ണി ജോസഫിനും ഇതേക്കുറിച്ച് പരാതി നൽകി. പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ അവഗണിച്ചുകൊണ്ട് പോസ്റ്റൊട്ടിച്ചും വെയിലുകൊണ്ടും മഴ കൊണ്ടും ബിന്ദു കൃഷ്ണയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങി അടിയും പിടിയും കൊണ്ട് ഈ കോൺഗ്രസ്സുകാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു BJP-കാരനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു.
അവിടെ മറ്റൊരു തമാശ കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ കോൺഗ്രസ് പ്രവർത്തകർ ആർക്കാണ് പരാതി കൊടുത്തിട്ടുള്ളത്? KPCC അധ്യക്ഷനും ഇപ്പോഴത്തെ മന്ത്രിയുമായിട്ടുള്ള സണ്ണി ജോസഫിനാണ്. സണ്ണി ജോസഫിന്റെ അവസ്ഥ എന്താണ്? സണ്ണി ജോസഫ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അളിയനെയാണ്. അങ്ങനെയുള്ള ഒരാടുക്കൽ ഈ പരാതി കൊണ്ട് ചെല്ലുമ്പോൾ അതിൽ പരം തമാശ കോമഡി വേറെ എന്തുണ്ട്? സ്വന്തം അളിയനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുന്ന ഒരു മന്ത്രിയോട് പറയുകയാണ്, അയ്യോ ദേ ബിന്ദു മന്ത്രിയുടെ സ്റ്റാഫിൽ BJP-ക്കാരൻ കയറിയിരിക്കുന്നു എന്ന്. എന്തൊരു നിസ്സഹായതയിലാണ് കോൺഗ്രസ് എത്തിനിൽക്കുന്നത്. KPCC അധ്യക്ഷന് പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം? അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന്റെ അളിയനാണ്. അങ്ങനെ ഒരാളോട് ബിന്ദു കൃഷ്ണ ഇതാ BJP-ക്കാരനെ നിയമിച്ചിരിക്കുന്നു എന്ന് പരാതി കൊടുക്കുന്നത് എന്തൊരു അബദ്ധമാണ്, എന്ത് വിഡ്ഢിത്തമാണ്. പക്ഷേ ഗതികെട്ട കോൺഗ്രസ്സുകാർ എന്തെങ്കിലും നീതി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരാതിയെല്ലാം കൊടുക്കുന്നത്. ഇനി തീർന്നില്ല, മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് തന്നെ കോൺഗ്രസ്സുകാർ പരാതി കൊടുത്തിരിക്കുന്നു. ബിന്ദു കൃഷ്ണയാണ് ഈ BJP-ക്കാരനെ നിയമിച്ചത്. അങ്ങനെ BJP-ക്കാരനെ നിയമിച്ച മന്ത്രിയോട് പോയി പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? പക്ഷേ കോൺഗ്രസ്സുകാർ ഈ പരാതി നൽകാതെ മറ്റെന്തു മാർഗമാണ് അവരുടെ മുന്നിലുള്ളത്? ഈ പാവപ്പെട്ട കോൺഗ്രസ്സുകാർക്ക് മുന്നിൽ വേറെ മാർഗമൊന്നുമില്ല. സഖാക്കളും BJP-ക്കാരും ഇങ്ങനെ ഭരണം കൈയടക്കുന്നു. അതിലെ ഒരു BJP-ക്കാരൻ ഒഴിച്ചാൽ ബാക്കി വരാനിരിക്കുന്നതും ഇപ്പോൾ നിയമിതനായിരിക്കുന്നതുമായിട്ടുള്ള മിക്ക പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും സഖാക്കളാണ്, കട്ട സഖാക്കളാണ്. CPM-ന്റെ സർവീസ് സംഘടനകളിലുള്ള സഖാക്കളാണ് ഭരണം കൈയാളുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് നടക്കുന്നത്. ഇനി വരാൻ പോകുന്ന നിയമനങ്ങളിലും സഖാക്കൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറയാം. ഒരു MLA-ക്ക് അദ്ദേഹത്തിന്റെ സ്റ്റാഫിലേക്ക് 2 പേരെ എടുക്കാൻ കഴിയും എന്ന് വിചാരിക്കുക. അതിൽ ഒരാൾ എന്ന് പറയുന്നത് പാർട്ടി നോമിനി ആയിരിക്കും. അദ്ദേഹത്തിന് തൻ്റെ PA ആയിട്ട് അല്ലെങ്കിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം ആ MLA-ക്ക് തൻ്റെ നോമിനി ആയിട്ട് ഈ ഒരു PA ആയിട്ട് പാർട്ടി പറയുന്ന ഒരാളെ ഒരു പാർട്ടി പൊസിഷനിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഒരു പാർട്ടി നിയമനം അവിടെ നടക്കുന്നു. രണ്ടാമത് നടക്കുന്നത് ജീവനക്കാരിൽ നിന്നാണ്, സർക്കാർ ജീവനക്കാരിൽ നിന്നാണ് ആ നിയമനം നടക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ജീവനക്കാരനെ ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണ് ഈ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാവുന്നത്. ഈ വരുന്ന പാർട്ടി നോമിനിക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയില്ല. എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എവിടൊക്കെയാണ് ഏതെല്ലാം ഫയലാണ് ഇരിക്കുന്നത്, എവിടൊക്കെ എന്തെല്ലാം ഫയൽ ഇരിക്കുന്നു, ആരുടെ എല്ലാം ഫയലുകൾ എവിടെല്ലാം ഇരിക്കുന്നു എന്നറിയണമെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരനെ PA ആക്കി മാറ്റിയേ മതിയാവുകയുള്ളൂ. അവിടെയാണ് CPM-ന്റെ ഇടപെടൽ, അവിടെയാണ് കോൺഗ്രസ്സുകാർ നിസ്സഹായരായി നിൽക്കുന്നത്. കാരണം ഈ പറയുന്ന സർക്കാർ ജീവനക്കാരൻ എന്ന നോമിനിയിലേക്ക് എത്തുന്നത് എപ്പോഴും CPM അനുകൂല സർവീസ് സംഘടനയിലെ ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മന്ത്രിമാരുടെ കാര്യവും അത് തന്നെയാണ്. ഏതാണ്ട് പകുതിയോളം പേർ പാർട്ടി നോമിനികളായിരിക്കും, ബാക്കി സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർക്കേ കാര്യങ്ങൾ അറിയുകയുള്ളൂ. അതാത് വകുപ്പിലെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ വകുപ്പിലെ ജീവനക്കാരനെയോ അല്ലെങ്കിൽ മറ്റ് വകുപ്പിലെ ജീവനക്കാരനെയോ എടുത്തെങ്കിൽ മാത്രമേ, ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന മറ്റു വകുപ്പിലെ ജീവനക്കാരനെയോ എടുത്തെങ്കിൽ മാത്രമേ മന്ത്രിക്ക് കാര്യങ്ങൾ ഓടിക്കാൻ കഴിയുള്ളൂ, കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയുള്ളൂ. ആ ജീവനക്കാരന് മാത്രമേ ഫയലുകളെ കുറിച്ച് ബോധ്യമുണ്ടാവുകയുള്ളൂ. അല്ലാതെ പാർട്ടിക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ പാർട്ടിക്കാർ നിയമിക്കുന്ന ഈ PA-മാർക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സർക്കാർ സംവിധാനത്തിൽ ഇടപെടാൻ അവർക്ക് പരിമിതിയുണ്ട്. കാരണം ഏതെല്ലാം ഫയലുകൾ എവിടെല്ലാം ഇരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഈ വരുന്ന പാർട്ടി നോമിനികൾക്കറിയില്ല, PA വരുന്ന ഈ പാർട്ടി നോമിനികൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ പകുതിയോളം പേർ, ഏകദേശം പകുതിയോളം പേർ സർക്കാർ ജീവനക്കാർ തന്നെയായിരിക്കും മന്ത്രിമാരുടെയും MLA-മാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടാവുക. അവിടെയാണ് CPIM-ന്റെ ഇടപെടൽ. CPM-ന്റെ സർവീസ് സംഘടനയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് അവിടെ PA ആയി നിയമിക്കുന്നത്. കോൺഗ്രസ്സുകാർ നിശ്ചലരായി നിൽക്കുകയാണ്, അന്താളിച്ച് നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയാതെ അന്താളിച്ച് നിൽക്കുകയാണ്. ശക്തൻ എന്തുകൊണ്ടാണ് ഒരു CPM സഖാവിനെ തന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത് എന്നുള്ള കോൺഗ്രസ്സുകാരുടെ ചോദ്യത്തിന് ശക്തന് മറുപടിയില്ല. മാത്രമല്ല പല മന്ത്രിമാരും ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തെ ഒരു മന്ത്രിയുടെ PA ആയിരുന്ന ആളുടെ ഭാര്യയെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മാധ്യമ സംഘത്തിലേക്ക് ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന് കോൺഗ്രസ്സുകാർക്ക് വ്യക്തമായ ഉത്തരമില്ല. കോൺഗ്രസിന്റെ സർവീസ് സംഘടനകൾ നിർജീവമായി മാറിയിരിക്കുന്നു. ഒരു ഉദാഹരണം കൂടി പറയാം. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിന്റെ സർവീസ് സംഘടനയിൽപ്പെട്ട ഒരാളെ പിണറായി വിജയൻ മാറ്റി നിർത്തിയിരുന്നു. അദ്ദേഹത്തെ സജീവമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോലും കോൺഗ്രസിന്റെ സർവീസ് സംഘടനകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ദൗർബല്യം മുതലെടുത്തുകൊണ്ടാണ് സഖാക്കൾ ഇത്തരത്തിൽ മന്ത്രിമാരുടെയും MLA-മാരുടെയും
നിർണായകമായ സ്ഥാനങ്ങളിലേക്ക് ഇടിച്ചു കയറി കസേരയിട്ട് കയറിയിരിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ കഴിവുകൾ അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് മാത്രമല്ല, ഇവിടെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി VD സതീശനടക്കമുള്ളവർക്ക് ഭരണ പരിചയമില്ല എന്നുള്ളതാണ്. 4 or 5 മന്ത്രിമാർക്ക് മാത്രമേ ഭരണപരിചയമുള്ളൂ. രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, മോൻസ് ജോസഫ്, അങ്ങനെയുള്ള വിരലെണ്ണാവുന്ന മന്ത്രിമാർക്ക് മാത്രമേ ഭരണപരിചയമുള്ളൂ. അവരെ സംബന്ധിച്ച് അവരുടെ കാര്യം നടക്കണമെങ്കിൽ ഇത്തരത്തിൽ പ്രൈവറ്റ് സെക്രട്ടറിയായി വരുന്നയാൾ മിടുക്കരായിരിക്കണം, മുൻപരിചയം ഉള്ളവരായിരിക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ 10 വർഷം തോറും പിണറായി സർക്കാരിനെ സേവിച്ച ഭരണപരിചയമുള്ള എവിടെല്ലാം ഫയലുകളുണ്ട് എന്നറിയാവുന്ന ഇത്തരത്തിലുള്ള ജീവനക്കാരെ അവർക്ക് നിയമിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതായത് തങ്ങളുടെ കാര്യം നോക്കണമെങ്കിൽ പാർട്ടി നോക്കിയിട്ട് കാര്യമില്ല. തങ്ങളുടെ വകുപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ, തങ്ങളുടെ വകുപ്പ് സജീവമായിരിക്കണമെങ്കിൽ പാർട്ടി നോക്കിയിട്ട് കാര്യമില്ല. കോൺഗ്രസിലെ സർവീസ് സംഘടനകളിലെ പരിചയമില്ലാത്ത ജീവനക്കാരെ എടുത്ത് പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല. പേഴ്സണൽ അസിസ്റ്റന്റ് ആക്കിയിട്ട് യാതൊരു കാര്യമില്ല. തൻ്റെ സ്റ്റാഫ് നിയമനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാരണം അയാൾക്ക് ഈ ഭരണ പരിചയം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു യുക്തിയുണ്ട്. കാരണം ഈ വരുന്ന സഖാക്കൾ 10 വർഷത്തെ CPM ഭരണത്തിൽ പിടിമുറുക്കിയവരാണ്. അവർക്ക് ഭരണയന്ത്രം ചലിപ്പിക്കാൻ അറിയാം. അങ്ങനെ ചലിപ്പിക്കാൻ അറിയുന്നവരെയാണ് ഇപ്പോൾ MLA മാരും കോൺഗ്രസ് MLA മാരും മന്ത്രിമാരും നോട്ടമിട്ടിരിക്കുന്നത്. അതിലെ കുറെ പേരെ നിയമിച്ചു കഴിഞ്ഞു. ഇനിയും നിയമനം നടക്കാനുണ്ട്. അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കട്ട സഖാക്കളാണ് വരാൻ പോകുന്നത്. CPM അനുകൂല സർവീസ് സംഘടനകളിലെ സജീവ അംഗങ്ങളെയാണ്, മുൻ LDF സർക്കാരിൽ സജീവമായി ഇടപെട്ടവരെയാണ് കോൺഗ്രസ് മന്ത്രിമാർക്കും MLA മാർക്കും ആവശ്യം. എങ്കിലേ അവരുടെ കാര്യം നീങ്ങുകയുള്ളൂ, ഭരണചക്രം തിരിയുകയുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ അന്താളിച്ച് നിൽക്കുമ്പോൾ സഖാക്കളിതാ ഭരണം കൈയാളുന്നു. ഒന്നും ചെയ്യാനില്ല. കോൺഗ്രസ്സുകാർ എവിടെ പോയി പരാതിപ്പെടാനാണ്? എവിടെ പോയി പരാതി പറയാനാണ്? നിസ്സഹായതയോടെ അന്താളിച്ച് നിൽക്കുക എന്ന് മാത്രമേ കോൺഗ്രസ്സുകാരന്റെ മുന്നിൽ വഴിയുള്ളൂ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.